ജീവിതത്തിൽ എന്താണെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പല സമയത്തും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും പല ആൾക്കാരാണ്. ചിലപ്പം പോലീസ്, ചിലപ്പോൾ ഡോക്ടർ, ചിലപ്പം അങ്ങനെ പലതും പ്രൊഫഷണൽ സംഭവങ്ങളൊക്കെ. പക്ഷെ എൻ്റെ മൈൻഡിൽ അന്നും ഇന്നും എപ്പോഴും ഉള്ളത് എനിക്ക് സംസാരിക്കാൻ പറ്റണം ആൾക്കാരോട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മൊത്തം ഒരു റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ സുഖമില്ലാണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നൊരു സംഭവം ഉണ്ടായി. ഐ ഹാഡ് മൈഗ്രെയിൻ. അപ്പം കുറേ സ്കൂളിൽ പോകില്ല, വീട്ടിൽ തന്നെ ആൾക്കാരോട് സംസാരിക്കില്ല. സ്റ്റേജിൽ പാട്ടൊക്കെ പാടോട്ടു, സ്റ്റേജിൽ പാട്ട് പാടിയിട്ട് ഇറങ്ങിപ്പോരുന്നല്ലാണ്ട് ആൾക്കാരോട് സംസാരിക്കില്ലല്ലോ. അതേപോലെ ക്ലാസ്സിലും അതേപോലെ തന്നെ പാട്ട് പാടാൻ ഇറങ്ങി വരിക, അല്ലാണ്ട് സംസാരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം എൻ്റെ ഒരു നല്ല ഏകദേശം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. എന്ത് സംസാരിക്കണം എന്നറിയില്ല, ബ്ലാങ്കായി പോകും ഒന്നായിട്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പതിയെ അത് നിർത്തി. അയാളോട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കുത്തി ഇല്ലാതാക്കുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ടൊന്നും ഇറ്റ് ടേക്സ് ടൈം, സമയം കുറേ എടുത്ത് മാറ്റേണ്ട സംഭവമാണ്. ഇപ്പോൾ കുറേ ബെറ്റർ ആയതാണ്. ഇപ്പോൾ ഇങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നില്ല, അത്രയും തീരെ പറ്റില്ല. ഇങ്ങനെ എന്തൊക്കെയോ ഫേസൊക്കെ എന്തൊക്കെയോ ആയിട്ട് തീരെ വരില്ല ഇങ്ങനെ നിൽക്കാൻ പോലും. അങ്ങനത്തെ ഒരാളെന്ന് ഇങ്ങനെ ആയത് തന്നെ എന്തോ വലിയ കാര്യം. അങ്ങനെ ആ ഫ്രണ്ടിനോട് സംസാരിക്കും. പക്ഷെ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതനുസരിച്ച് ആൾക്കാർ ആ ആളെ തന്നെ നമ്മൾ എനിക്ക് ആ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് പേടിയായി, ഇവർക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാതെ. അപ്പം എൻ്റെ റിയാക്ഷൻസ് പോലും അവള് ശ്രദ്ധിക്കുന്നുണ്ടാവുന്നുള്ളൊരു ഇതായി. ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സിനോട് പോലും സംസാരിക്കാനുള്ളൊരു പേടിയുണ്ട്. ഇപ്പോൾ ഒരു മീറ്റപ്പൊക്കെ വയ്ക്കുക. എനിക്ക് മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കങ്ങനെ ആൾക്കാർ കൂടുന്ന പരിപാടിയേ എനിക്കിഷ്ടമല്ല. പക്ഷെ എനിക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് ഞാൻ നല്ലോണം സംസാരിക്കട്ടോ, അവിടെ അലമ്പായിരിക്കും. എനിക്ക് ഇത്രയെങ്കിലും സംസാരിക്കാൻ തന്നെ ആക്കിയത് എൻ്റെ ആർട്ട് ലൈഫാണെന്ന് തന്നെ പറയാട്ടോ. കുറേ ആൾക്കാരെ പോയിട്ട് അങ്ങോട്ട് പോയി സംസാരിച്ചിട്ട്, ഫോറിനേഴ്സിനൊക്കെ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ട് വരച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എനിക്ക് കൂടുതൽ ചെയ്യണമെന്നുണ്ട്. അപ്പം എൻ്റെ ആർട്ട് ലൈഫ് എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. കൊറോണ ടൈമിൽ ഇങ്ങനെ അതിന് മുന്നേ +2 റെക്കോർഡൊക്കെ വരയ്ക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഏട്ടനായിരുന്നു ഇതിൽ കൂടുതൽ വരയ്ക്കാനൊക്കെ. എനിക്ക് ഒരു കഴിവില്ല. ഏട്ടൻ്റെ കൂടെ വെറുതെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഞാനും പോകും സൈഡിലേക്ക്. അങ്ങനെയൊക്കെയുള്ള വരച്ചെന്നല്ലാണ്ട് വേറെ ഒന്നും വരേനെ പറ്റിയൊന്നും അങ്ങനെയില്ല. പെയിൻറ്റിങ് ഒന്നുമില്ല. ഇത് മാത്രം, പോർട്രേറ്റ് മാത്രം. അപ്പോൾ അങ്ങനെ കൊറോണ ടൈം വന്ന സമയത്ത് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് റുട്ടീൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുക, പിന്നെ രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ്, ഡിഗ്രീൻ്റെ ക്ലാസ്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഇരുന്ന് വരയ്ക്കും, ഡെയിലി വരയ്ക്കും. എല്ലാവരും സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും, ഇതാരാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. എത്ര പെർഫെക്റ്റ് ആക്കി വരച്ചാലും ഇങ്ങനെ ചോദ്യം ഇതാരാ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഡെയിലി. അപ്പം അങ്ങനെ ഡെയിലി വരയ്ക്കും. ഡെയിലി വരച്ച് ഒരു ചിത്രം ഫുള്ളായിട്ട് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പം അങ്ങനെ സ്റ്റെൻസിൽ തുടങ്ങി. സ്റ്റെൻസിൽ വരച്ച് കുറേ തെറ്റും പിന്നെയും വരയ്ക്കും.
അങ്ങനെ സ്റ്റെൻസിൽ തുടങ്ങി, പിന്നെ ചെറുതായിട്ട് പോർട്രേറ്റിലേക്ക് തന്നെ വരാൻ തുടങ്ങി. ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമുള്ള വരകളൊക്കെ ആയിരുന്നു, പിന്നെ ഇങ്ങനെ മാറി മാറി വന്നു. അതെൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ കറക്റ്റ് കാണാം. അങ്ങനെ ഇപ്പം മഹാരാജാസിൽ ചെന്നതിൽ പിന്നെയാണ് ലൈവായിട്ടൊക്കെ വരയ്ക്കാൻ തുടങ്ങി. ലൈവായിട്ട് ആൾക്കാരെ ഫ്രണ്ട്സിനൊക്കെ ആദ്യം വരച്ചിങ്ങനെ നോക്കും. പിന്നെ ഞാൻ ഫോറിനേഴ്സിൻ്റെ അടുത്ത് പോകാൻ തുടങ്ങി. ഫോറിനേഴ്സിൻ്റെ അടുത്ത് പോയപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരെക്കാളും അവർ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് ഇത് തരും, റിയാക്ഷൻ തരും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ കൂടുതൽ ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇപ്പം വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ കഴിയില്ല. പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുത്തിട്ട് പഠിക്കാൻ പോകണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ബീച്ചിലിറങ്ങലുണ്ട്. ബീച്ചിലിറങ്ങിയിട്ട് ഇപ്പം ഫുള്ള് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കൊക്കെ മഴ ആയതുകൊണ്ട് പറ്റില്ല. അപ്പം അങ്ങനെയാണ് ആർട്ട് ലൈഫിൻ്റെ തുടക്കം. ഇപ്പം ചെറിയൊരു പരിപാടി കൊപ്പാരാന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അതിന് ഇവൻറ്റ്സ് എൻക്വയറി ഉണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയാണ് ആർട്ട് ലൈഫ് തുടങ്ങിയതും പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പം അത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ആർട്ട് ലൈഫ് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു സിംഗറായിരുന്നു. സ്കൂളിലൊക്കെ സിംഗറായിട്ടേ അറിയുള്ളൂ. അപ്പോൾ ത്രോട്ടിന് ചെറിയ പ്രശ്നം വന്ന സമയത്ത്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്, ഈ ഒരു സമയമാകുമ്പോൾ സൗണ്ട് മാറുമല്ലോ. സൗണ്ട് മാറുന്ന സമയത്ത് ഞാൻ വിചാരിച്ചാൽ എൻ്റെ മാത്രം പ്രശ്നമാണ്, ഇൻട്രോവേർട്ട് തിങ്സ്. അപ്പം അങ്ങനെ അത് കുറേ ഞാൻ നിർത്തി. 5 കൊല്ലത്തോളം ഞാൻ പാട്ട് കേൾക്കാറ് പോലില്ല. അങ്ങനെ +2 ഒക്കെ ആയവരെയാണ് പിന്നെയും പാടാൻ തുടങ്ങുന്നത്. 8 തൊട്ട് +2 വരെ ഞാൻ പാട്ട് കേട്ടിട്ട് പോലില്ല. ദേഷ്യമായിരുന്നു പാട്ടിനോടൊക്കെ. പിന്നെ കുറച്ച് ബുദ്ധി വിവരമൊക്കെ വെച്ചേരെ പിന്നെയും കേൾക്കാൻ തുടങ്ങി. പിന്നെ പാട്ടിപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പം അതിലേക്ക് കുറച്ചുകൂടെ ടൈം കൊടുത്താലോ എന്നുണ്ട് ഇപ്പോൾ. അപ്പം അതും നോക്കുന്നുണ്ട്, പാട്ടും നോക്കുന്നുണ്ട്. പാട്ടും ആർട്ടും എല്ലാം കൂടെ ഉള്ളൊരു സംഭവമാണ് ഈ കൊപ്പാര.